ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ നല്ല നാടൻ വള്ളിപ്പയർ കിട്ടിയിട്ടുണ്ട്. ഈ പയർ കൊണ്ട് നമുക്ക് ഇന്ന് നല്ലൊരു ഡിഷ് തയ്യാറാക്കാം. നല്ലൊരു നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വള്ളിപ്പയറാണ് കേട്ടോ ഇത്. ഇപ്പം നാട്ടിൻപുറങ്ങളിലൊക്കെ ഇത് ധാരാളം കിട്ടും. അധികം വിലയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇത്രയും വള്ളിപ്പയറിനും കൂടെ 30 രൂപയാണ് വില കേട്ടോ. ഇവിടെയൊക്കെ നല്ല വിലയുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസൊക്കെ ഒരുപാട് കുറവാണ്, ലൈക്ക് കുറവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതാ അങ്ങനെ ഞാൻ പയറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനിതാ ഇതേ രീതിയിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ മിക്കവാറുള്ളവർക്കൊക്കെ അറിയാമെങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യണത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരേ നീളത്തിലൊക്കെ ആകുമ്പോൾ അത് കറക്റ്റിന് വേവാനൊക്കെ ഒരേപോലെ വെന്ത് കിട്ടും. അപ്പം ഈ ഒരു പയർ വെച്ച് തോരനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഞാനിപ്പോൾ ആദ്യം 3-4 പയർ ഒരുമിച്ച് വെച്ച് അരിഞ്ഞെടുത്ത് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ അരിയുക. കട്ടിംഗ് ബോർഡിലാണ് അരിയാൻ സൗകര്യമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കുക. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വള്ളിപ്പയർ കൊണ്ടൊരു വിഭവം തയ്യാറാക്കാമോ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടും കൂടാണ് ഞാൻ ചെയ്യണത്. അപ്പം വീഡിയോ എല്ലാവരും നല്ല രീതിയിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതാ അങ്ങനെ നമ്മുടെ പയറെല്ലാം നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഒരു സവാളയാണ്. ഒരു സവാള മതിയാകും. കൂടുതൽ സവാള വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം തൽക്കാലം ഒരു സവാള മാത്രം ഇതിൻ്റെ ആവശ്യത്തിനുള്ളൂ. അപ്പോൾ ആ ഒരു സവാളയും കൂടെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് കൊടുക്കാം. സവാള അരിയുമ്പം തീരെ നൈസായിട്ട് അരിയല്, ഇത്തിരി കട്ടിക്ക് അരിയണം. അല്ലെങ്കിൽ പയർ വേവുന്നതിന് മുമ്പായിട്ട് തന്നെ സവാള എല്ലാം അങ്ങ് കരിഞ്ഞു പോയിട്ട് അതങ്ങ് വെന്ത് പോകും പെട്ടെന്നങ്ങ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കട്ടിയായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ബാക്കി സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതാ കണ്ട ഈ ഒരു കനത്തിൽ വേണം സവാള അരിഞ്ഞ് കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് 2 പച്ചമുളകും കൂടെ അരിഞ്ഞു കൊടുക്കുകയാണ്. എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുവെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നു പോയത് കൊണ്ടാണ് കറിവേപ്പില ഇടാഞ്ഞത്. പിന്നെ അതിനകത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഉള്ളത് ഇതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ദാ ഈ വള്ളിപ്പയർ മെഴുക്ക് പുരട്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ മസാലയിലാണ് ഞാൻ ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ദാ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് കൊടുക്കാം. ഇത് ആവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളതിനെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. ആദ്യം ചേർത്ത ആ വെളിച്ചെണ്ണ മാത്രമാണ്. നമ്മൾ ഏതൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോഴും നമ്മൾ വെള്ളം ചേർക്കാതെ വേണം തയ്യാറാക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് എണ്ണ ഒന്നും ചേരാത്ത രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇത് കണ്ടോ, ഒട്ടും തന്നെ അതിനകത്തിൽ കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടിയിലൊന്നും ഒട്ടും കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. വെള്ളവും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അന്നേരം ഒട്ടും തന്നെ നമ്മൾ ഈ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കില്ല. ഇപ്പോൾ അടുപ്പിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു തീ മാത്രം ഉണ്ടായാൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒട്ടും തന്നെ കരിഞ്ഞു പിടിക്കില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ എപ്പോഴും മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിനാവശ്യമായ മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം.
പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ആ മസാലയെല്ലാം ആ ഒരു പയറിലും സവാളയിലും എല്ലാം ഒന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ചെറിയ തീയിലിട്ട് നമ്മളതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതാ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതാ കണ്ട നല്ല രീതിയിൽ നമ്മുടെ മെഴുക്ക് പുരട്ടി എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എല്ലാം എൻ്റെ ഈ ചാനലിൽ കൊണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട, ഈ ഒരു മെഴുക്ക് പുരട്ടി കൊണ്ട് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.